കുടുംബശ്രീ ഫണ്ട് ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കുക. കുടുംബശ്രീ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടുക. 2023-24 വാർഷിക പദ്ധതി വിഹിതം 1,35,00,000 രൂപ നഷ്ടപ്പെടുത്തിയ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രതിഷേധ പ്രകടനവും ധർണയുമാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി കടന്നു വരുന്നത്. കുടുംബശ്രീ ഫണ്ട് തട്ടിപ്പ് നടത്തിയവരെ വിജിലൻസിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ വിപുലമായ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി നടത്തപ്പെടുന്ന വമ്പിച്ച പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി കടന്നു വരുന്നത്. അഴിമതിക്കും വിഭജനപക്ഷപാതത്തിനും കൂട്ടുനിൽക്കുന്ന ഭരണാധികാരികളെ നിങ്ങളെ ഈ തെരുവിൽ തങ്ങൾ ചെയ്തത് കൊണ്ടുറക്കം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ വികൃതമായ മുഖങ്ങളെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി അഴിമതിയും സ്വജനപക്ഷപാതവും കൂട്ടുപിടിച്ച് പല്ലാരിമംഗലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വിഘാതം നിൽക്കുന്ന ഭരണപക്ഷ അംഗങ്ങൾക്കെതിരെയുള്ള ഒന്നിച്ച പ്രതിഷേധമാണ് ഈ പഞ്ചായത്തിന് മുന്നിലേക്ക് മുസ്ലിം ലീഗ് പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത്. കുടുംബശ്രീ ഫണ്ട് ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കുക. കുടുംബശ്രീ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടുക. CDS ഫണ്ട് തിരിമറി നടത്തിയവർക്കെതിരെ രാജിവെക്കുക. 2023-24 പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വം നടത്തുന്നത് പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകുന്ന പല്ലാരിമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തുന്ന പ്രതിഷേധ മാർച്ചും ധർണയുമാണ്. കുടുംബശ്രീയുടെ ഫണ്ട് ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കുക. കുടുംബശ്രീ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടുക. CDS ഫണ്ട് തിരിമറി നടത്തിയവർ രാജിവെക്കുക. 2023-24 വർഷത്തിലെ പദ്ധതി വിഹിതം 1,35,00,000 രൂപ നഷ്ടപ്പെടുത്തിയ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി നടത്തപ്പെടുന്ന പ്രതിഷേധ ധർണയാണ്. അടിമതിയാണ് 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 പഞ്ചായത്തിലാകെ അടിമതിയാണ് പഞ്ചായത്തിലാകെ അടിമതിയാണ് ഇത് നാണക്കേട് ഇത് നാണക്കേട് ഇത് നാണക്കേട് ഇത് നാണക്കേട് രാജിവെക്കോ പുറത്തു പോകൂ രാജിവെക്കോ പുറത്തു പോകൂ രാജിവെക്കോ പുറത്തു പോകൂ രാജിവെക്കോ പുറത്തു പോകൂ അഴിമതിയാണ് 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 രാജിവെക്കോ പുറത്തു പോകൂ രാജിവെക്കോ പുറത്തു പോകൂ രാജിവെക്കോ പുറത്തു പോകൂ രാജിവെക്കോ പുറത്തു പോകൂ ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെക്കോ രാജിവെക്കോ പുറത്തു പോകൂ രാജിവെക്കോ പുറത്തു പോകൂ പുറത്തു പോകൂ ഭരണക്കാരെ പുറത്തു പോകൂ ഭരണക്കാരെ പുറത്തു പോകൂ ഭരണക്കാരെ പുറത്തു പോകൂ ഭരണക്കാരെ സമരത്തിൻ ഗതി മാറി വരോ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് അഴിമതിയാണ് അഴിമതിയാണ് CDS ചെയർപേഴ്സൺ രാജിവെക്കുക അസിസ്റ്റന്റ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യുക അസിസ്റ്റന്റ് സെക്രട്ടറിയെ സസ്പെൻഡ്
ചെയ്യുക, വിജിലൻസ് അന്വേഷണം നടത്തുക. അവസ്ഥയിലേക്കാണ്. അപ്പൊ ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഓരോരുത്തരും ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത്രയുമായ ഒരു ദുർഭരണം കേരള പഞ്ചായത്ത് രൂപീകൃതമായിട്ട് ഇന്നേ വരെ ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിശ്ചയമായ സംഭവം. അത്രമാത്രം ദുർഭരണം കുടുംബശ്രീയുടെ ആയിട്ടാലും പദ്ധതി വിഹിതമായിട്ട് ഏത് വിധമായിട്ടും ഇത്തരം ഒരു കുടുംബ ഭരണം ഈ രീതിയിലുള്ളൊരു ഭരണമാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. ഈ തരം ഭരണം പഞ്ചായത്ത് ഒരു കാരണവശാലും യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് പോലുള്ള പ്രസ്ഥാനങ്ങളിലൂടെ ഉള്ളോടത്തോളം കാലം നമ്മളത് ആവർത്തിക്കാൻ അനുവദിക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് സ്വാഗതം പറയാനായിട്ട് സംശയിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷൻ നിസാർ കുന്നേകുടി, ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ ഇബ്രാഹിം കവല, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മൈദീൻ കുറുഞ്ഞിലിക്കാട്ട്, അബൂബക്കർ മാങ്കുളം, അഷിത അൻസാരി, ഷാജിമോൾ റഫീഖ്, ബ്ലോക്ക് മെമ്പർ നിസാമോൾ ഇസ്മായിൽ, മറ്റ് മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനയിലും ഇവിടെയും ഭാരവാഹികളെ, ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധ യോഗം നടത്താനുള്ള മെമ്പർ കെ എം അബ്ദുൽ കരീം വിട്ടുവരണം. ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധ യോഗം നടത്താനുള്ള സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 2002 കാലഘട്ടത്തിൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് കുടുംബശ്രീ രൂപീകരിക്കുകയും 2002 മുതൽ 2020 കാലഘട്ടം വരെ കുടുംബശ്രീയുടെയും CDSന്റെയും പ്രവർത്തനങ്ങൾ പല്ലാരിമംഗലത്ത് വളരെ ഭംഗിയായി നടക്കുകയും ചെയ്തിട്ടുണ്ടായി. ആ സമയങ്ങളിൽ ആ നീണ്ട കാലയളവ് പല്ലാരിമംഗലം പഞ്ചായത്ത് ഭരണസമിതി കൈയാളിയിരുന്നത് UDF ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വലിയ ഒരു അഴിമതിയെ കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലായിരുന്നു. അതിനുശേഷം ഇവിടെ ഇടതുപക്ഷ CPM മുന്നണി അധികാരത്തിൽ വന്നതിനു ശേഷം CDS പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി കുടുംബശ്രീകൾ വൈസ് പ്രസിഡന്റും നേരിട്ട് വാർഡുകൾ കേന്ദ്രീകരിച്ച് അവരുടെ രാഷ്ട്രീയ പ്രതിനിധികളെ CDS അംഗങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തതായി എല്ലാം നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം ലോക്കൽ കമ്മിറ്റി അംഗമായ ഒരു ആളെ CDSന്റെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് തികച്ചും യാദൃച്ഛികമാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം CDSന്റെയും കുടുംബശ്രീയുടെയും അക്കൗണ്ടിൽ കിടക്കുന്ന കാശിന്റെ വലുപ്പം കണ്ടിട്ടാണ് അവർ ഈ നടപടിയുമായി മുന്നോട്ട് വന്നത്. കേവലം ഈ ഒരു പ്രശ്നം ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ തലയിൽ കെട്ടിവെച്ച് ഇവിടുത്തെ ഭരണാധികാരികളും CDS ചെയർപേഴ്സണും രക്ഷപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളും തുടർ ദിവസങ്ങളിലും സമര പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ധർണ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ജില്ലാ ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷൻ കെ എം സായി സാഹിബ്, ബഹുമാനായ അധ്യക്ഷൻ കെ എം നിസാർ, ജനറൽ സെക്രട്ടറി കെ എ മുഹമ്മദ്, ട്രഷറർ മക്കാർ കുതിരക്കാട്ട്, മറ്റ് ജനാധിപത്യ മുന്നണി സുഹൃത്തുക്കളെ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ, ഇവിടെ ഇങ്ങനെ ഒരു ധർണ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ തന്നെ 2020 വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു CDS ചെയർപേഴ്സൻ്റെ നടപടിയും. അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്ത ഭരണമുന്നണിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ പാവപ്പെട്ട ഈ CDS അംഗങ്ങളുടെ മുഴുവൻ പൈസയും ഇതുവരെ ഒരു ലോണോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അനുവദിച്ചു കൊടുക്കാതെ ചെയർപേഴ്സൺ മാത്രമായി എടുക്കുകയും 6 ലക്ഷം രൂപയോളം അതിന് ഓഡിറ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ചുള്ള മുഴുവൻ സംഖ്യയും ഈ ചെയ്തിരിക്കുന്ന അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും ബഹുമാനായ വൈസ് പ്രസിഡന്റും മറ്റ് സുഹൃത്തുക്കളും കൂടി നടത്തിയിട്ടുള്ള നടപടിയാണ് ഇക്കാര്യം നടത്തിയിട്ടുള്ളത്. ആയതുകൊണ്ട് തീർച്ചയായും ഈ കാര്യത്തെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള തെറ്റിദ്ധാരണ അവരുടെ ഒരു സമയത്തും ഉണ്ടാകരുത്. കാരണം പല്ലാരി പഞ്ചായത്തിൽ യാദൃശ്ചികമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ എല്ലാം ഞങ്ങൾ കൈക്കലാക്കി കളയാം എന്നുള്ള ഉദ്ദേശം ആർക്കും നടത്തണ്ട.
ഞാൻ ചെറിയ ഉദാഹരണം നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം. ഇതിനു മുമ്പ് ഷിജി ബോബൻ എന്ന് പറയുന്ന ജനാധിപത്യ മുന്നണിയുടെ ഒരു നെടുന്തൂണായ ഒരു സ്ത്രീയെ 2 മാസക്കാലം അവരുടെ മകളുടെ വീട്ടിൽ വിരുന്നിന് പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ പഞ്ചായത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അടക്കം ഒരു തീരുമാനമെടുത്ത് അവരെ അയോഗ്യരാക്കി. ബഹുമാനായ ഹൈക്കോടതി ആ അയോഗ്യത എടുത്തുകളയുകയും അവരെ ഭരിക്കുവാൻ തുടർ അവകാശം കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള കൃത്യവിലോപങ്ങൾക്ക് എന്തു കാര്യത്തിനും കൂട്ടുനിൽക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ നാട്ടിൽ മുഴുവൻ ജനങ്ങളിൽ 6 ലക്ഷം രൂപയോളം അഴിമതി നടത്തുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുള്ള ഈ നാട്ടിൽ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ നടത്തുന്ന അഴിമതിയുടെ കുംഭകോണം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞു കാണും. അതിനെപ്പറ്റി വിശദമായി ഇവിടെ മെമ്പർമാർ വിശദീകരിക്കും. മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അയോഗ്യത കൽപ്പിക്കുന്ന ഒരാളെ ആ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അയോഗ്യത കൽപ്പിക്കുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവമാണ്. 1978 ജനുവരി 14-ാം തീയതി ഉദ്ഘാടനം ചെയ്ത ഈ ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു സംഭവമാണിത്. നേരെ മറിച്ച് ഇവിടെ അയോഗ്യനാണെന്ന് ഹൈക്കോടതി തീരുമാനിച്ച 5-ാം വാർഡ് മെമ്പർ, തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ ചരിത്ര ഫലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോടതി മുഖേന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നോ നാളെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കോടതിയിൽ കയറേണ്ട ദിവസവും. അദ്ദേഹത്തിന്റെ പൊതു ഫണ്ട് അവർക്ക് ദൂർത്തരിക്കുന്നതിനോ യാതൊരു മടിയുമില്ലാത്ത ഇക്കാരണങ്ങളെല്ലാം വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ പൊതുയോഗം വിളിച്ചുകൂട്ടി ഈ നാട്ടിലെ ജനങ്ങളെ ഇത് അറിയിക്കുകയും ആ വിവരങ്ങളെ പറ്റി അന്വേഷിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ അറിയുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ വോട്ട് ചേർക്കലുമായി സംബന്ധിച്ച് അവിടെ സെക്രട്ടറി എടുത്തിരുന്നു. യാതൊരുവിധ മര്യാദയും കാണിക്കാതെ, ഒരു പഞ്ചായത്തിലും കേരളത്തിൽ കാണിക്കാത്ത അത്ര ധിക്കാരമായ നടപടിയാണ് ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിലെല്ലാം വളരെ ആത്മാർത്ഥമായി ഈ സഹകരിക്കുകയും ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിന് വേണ്ട എല്ലാ കൂട്ടായ്മകളും നടത്തുന്നതായി നമുക്കറിയാവുന്നതാണ്. ഇവിടെ തന്നെ ഒരാളുടെ ഭൂരിപക്ഷത്തിന് വേണ്ടി മാത്രം ഇത്ര കൃത്രിമം കാണിക്കുന്ന ഈ പഞ്ചായത്ത് സമിതിയെ പിരിച്ചുവിടുകയും അവരുടെ പേരിൽ അന്വേഷണം നടത്തുകയും ചെയ്യണമെന്നാണ് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പ്രത്യേകിച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന. അത് തീർച്ചയായും നടപ്പിൽ വരുത്തണം. വരുത്തില്ലെങ്കിൽ ഞങ്ങൾ അതിന് നിയമ നടപടികൾ സ്വീകരിക്കുകയും അതിനുവേണ്ട എല്ലാ ഒത്താശകളും മുസ്ലിം ലീഗ് പാർട്ടി, സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി മുതൽ താഴെയുള്ള പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി വരെയുള്ള മുഴുവൻ ആളുകൾക്കും അംഗീകാരം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ അഭിസംബോധന ചെയ്യുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ പറയും. അനുഭവസ്ഥമായ എല്ലാ കാര്യങ്ങളുണ്ട്. പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ അനുഭവം തന്നെ ഞാൻ ഇപ്പോൾ പുറത്ത് പറയുന്നില്ല. അതൊക്കെ ഇവിടെ എല്ലാ വാർഡ് മെമ്പർമാർക്കും അറിയാം. അതുകൊണ്ട് ഈ കാര്യത്തെല്ലാം വിശദമായി പറയുന്നതിന് വേണ്ടി ഇവിടെ പഞ്ചായത്ത് മെമ്പർമാർ ഹാജരായിട്ടുണ്ട്. അവർ പറയും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ ഈ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് UDF. ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ച പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹികൾ, അംഗങ്ങൾ, അതിലേറെ ഏറ്റവും പ്രിയങ്കരായ എൻ്റെ സഹപ്രവർത്തകർ, ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ബഹുമാന്യായ ഷബീബ് ബോബൻ, അബ്ദുൽ കരീം സാഹിബ്, MM അബൂബക്കർ, ഷാജിമോൾ റഫീഖ്, ഷാജിദ അൻസാരി, അതേപോലെ ബഹുമാന്യായ ബ്ലോക്ക് മുൻ വൈസ് പ്രസിഡന്റും ബ്ലോക്ക് ഈ ഡിവിഷൻ മെമ്പറുമായ നിസാമോൾ ഇസ്മായിൽ, മറ്റ് മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും പ്രവർത്തകരെ, നേതാക്കന്മാരെ, പ്രവർത്തകരെ, കാലാവസ്ഥ പ്രതികൂലമാണ്, എല്ലാവർക്കും അറിയാം. എന്നാലും പല്ലാരിമംഗലത്ത് സംജാതമായ ഒരു ഗൗരവമേറിയ വിഷയത്തെ ഏറ്റെടുത്ത്